വാ. നമോ വാഗം അയ്യപ്പദാസ്. നീ തന്ന നമ്പറിൽ ഞാനൊന്ന് അന്വേഷിച്ചതാ. ദാമോദരൻ നമ്പ്യാർ, ഒന്നാം തരം വർഗീയ ഫാസിസ്റ്റ്. ആദ്യകാല കമ്മ്യൂണിസ്റ്റുകാരനാ, പക്ഷെ പാർട്ടി പുറത്താക്കി. അഴിമതി. 10-30 കൊല്ലായിട്ട് ഹിന്ദു പരിവാർ സംഘടനയല്ല, കോടീശ്വരനാ. പൊളിറ്റിക്സിൽ മതം കൊണ്ട് തീക്കളി കളിക്കുന്നവനാ. ഈ മുഖം നീ ഒന്ന് ഓർത്തു വെച്ചോ. ദാസൻ എന്നെ അറിയാല്ലേ? എനക്കും എൻ്റെ ആൾക്കാർക്കും ദാസന്റെ അല്ല അയ്യപ്പന്റെ ഒരു സഹായം വേണം. വിഷ്ണു, പൊടിയല്ലേ? 10-30 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ പ്രസ്സാ ഞങ്ങളുടെ ആത്മമിത്രം രാമകൃഷ്ണൻ്റെ ഓർമ്മയ്ക്ക്. അന്ന് അവനെ കൊന്ന 1-ാം പ്രതിയുടെ പേരാണ് പി മുകുന്ദൻ. പിന്നെ അവൻ വളർന്ന് പന്ന്യന്നൂർ മുകുന്ദനായി. അന്ന് തുടങ്ങിയതാ ഈ ചോരക്കളി. ഞങ്ങളിപ്പുറവും ഓനപ്പുറവും. അങ്ങനെ നഷ്ടപ്പെട്ടതാ സുരേഷിൻ്റെ ഈ ഇടംകൈ. അപ്പോൾ പറഞ്ഞു വന്നത്, ഞങ്ങൾ ഈ കളി നിർത്തുന്ന ദാസ. വയ്യ, പ്രായമായില്ലേ. അതിനുള്ള ഏറ്റവും നല്ല മാർഗം നേതാവിന് തന്നെ അങ്ങോട്ട് തീർക്കുക എന്നുള്ളതാ. നേതാവെന്ന് പറയുമ്പോൾ പന്ന്യന്നൂർ മുകുന്ദൻ. താനിങ്ങനെ ബേജാറാവണ്ട. ഒന്നും വെറുതെ വേണ്ട. ചിന്തിക്കുന്നതിലപ്പുറം പ്രതിഫലം തരും. എനിക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത ജോലി. എടോ, ഒരു ഗവൺമെന്റ് ഇത് ആദ്യമായിട്ട് ചെയ്യാന്ന് വിചാരിക്കണ്ട. അങ്ങനെ എടുത്ത പാർട്ടിക്കാർ ഗവൺമെന്റ്മാരെ വിലക്കെടുത്തിട്ടുണ്ട്, അനുസരിക്കാത്തവരെ തീർത്തിട്ടുമുണ്ട്. അല്ലേ മാഷേ? ഓനെങ്ങനെയാ ഇപ്പൊ എടുത്ത ചരിത്രം അറിയാ? ഇന്റെ സഖാവ് വലിയ പുണ്യാളൊന്നും അല്ലടോ. പാപക്കറ ഓന്റെ കയ്യിലുണ്ട്. മനസ്താപം വിചാരിക്കണ്ട. ഓൻ തീർന്ന കണ്ണൂരെ ഈ പാർട്ടി തീർന്ന്, ഈടുത്തെ കൊലപാതക രാഷ്ട്രീയവും തീർന്നു. ഞങ്ങളല്ലെങ്കിലും വേറെ ആരെങ്കിലും ഓനെ തീർക്കും. പക്ഷെ ഇനി വേറെ ആർക്കും വേണ്ടി കാത്തു നിൽക്കാനാവൂല. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ടാ ഒരു ഈച്ച അറിയാണ്ട് എന്നെ സേഫാക്കണ കാര്യം ഞങ്ങൾ ഏറ്റു. വെറും വാക്കല്ല. സുരേഷേ, ഈ മാസം 22-ന് പെരിങ്ങത്തൂരിൽ പാർട്ടി വിശദീകരണ യോഗമുണ്ട്. ഓനാ ഉദ്ഘാടനം. മീറ്റിംഗ് കഴിഞ്ഞാൽ ഓൻ്റെ വണ്ടി കേടാം. 6:10 ഗുരുദേവൻ ബസ്സിൽ നീ ഓനെ കയറ്റിവിടണം. പാട്യംവയലിൽ ഞങ്ങളുടെ ആളുണ്ടാവും. ബസ്സിൽ വെച്ച് തീർക്കും. ഞങ്ങളെ രഘുത്തമനെ തീർത്തതുപോലെ. നീ അനങ്ങരുത്. മനസ്സിലായ? ഇന്റെ മുമ്പിൽ ഇനി വേറെ ഓപ്ഷൻ ഇല്ല ദാസേ. നമ്മൾ തമ്മിൽ കണ്ടുപോയില്ലേ, ഇത്രയും സംസാരിച്ചു പോയില്ലേ. വയ്ക്കോ. നിനക്ക് ഒരു കാര്യം കൂടി. ഫോൺ നമ്പർ തപ്പാൻ ആ കൂട്ടുകാരും പോലീസിനോട് കഥ പറയുന്ന അഭ്യാസം ഉണ്ടല്ലോ, ഇനി ഇറക്കരുത്. ഇരുപത്തിരണ്ട് ഒരു സാധ്യതയാണ്.
ഓൻ എന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കാലോ. ഉം. ചിന്തിക്കാൻ ഓന് സമയം കൊടുക്കരുത്. ആ. ചിന്തിച്ചാലോ ഓന് പേടിയാവും, പൊട്ടത്തരം കാട്ടും. ഉം. പാവം ചെക്കനാ. സർ വാ. ട്വൻറ്റി സെക്കൻഡിന് പെരിങ്ങത്തൂരിലെ മീറ്റിംഗ് കൺഫേം ആണോ? കൺഫേം ആണ്. എന്തേനു? കുറച്ചു കാലം ഒരു അവയവം പോലെ കൊണ്ടു കിടന്ന കൂട്ടാന്ന്. താനങ്ങ് ഉഷാറായതിനു ശേഷം ഇപ്പൊ ഇത് എടുക്കാറില്ല. ഇത് കണ്ണൂരാദാസ്. മരണം എപ്പോഴും എവിടെയും സംഭവിക്കാവുന്ന നാട്. നീ കേട്ടിന? മരണമുള്ളിടത്ത് എപ്പോഴും മരണമുണ്ടാകും. ആരുടെ നിങ്ങളടിയേനു ആടെ യോഗമായിട്ട് സഖാവ് അന്വേഷിക്കുന്നുണ്ട്. എന്നാ പിന്നെ അങ്ങനെ ചെയ്തു. ശരി ആയിക്കോട്ടെ സഖാവേ. ആ എന്നാ പോയാലോ? വണ്ടി എടുക്ക്. വണ്ടി ചെറിയൊരു പണിയെന്ന് പഞ്ചറായി. ഇനിയിപ്പോ സ്റ്റെപ്പിന് ഇടണം. 7 മണിക്ക് പാർട്ടി മീറ്റിംഗ് ഉള്ളതാണല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? 6 മണിക്കൊരു ബസ് ഉണ്ടല്ലോ, അതിന് പോയപ്പോലെ. എന്നാ ബസ്സിന് പോയാലോ? നീ ശരിയാക്കിട്ട് വാ. ശരി. വാ. സർ സർ ബസ്സിൽ പോണോ? പ്രൊട്ടക്ഷനൊരു ചെറിയ പ്രശ്നമുണ്ട്. നമുക്ക് നമ്മുടെ വണ്ടി പോയാൽ പോരെ? എന്നാ ശരിയാക്കിട്ട് പോവാ. ആ ദാസ ഇരിക്കി. ഞങ്ങൾ വന്നിട്ട് കുറച്ച് നേരമായി. എന്തു പറ്റി? എന്താ അവസാന നിമിഷം പ്ലാൻ മാറ്റിയത്? സർ, ഞാനൊരു സാധാരണ പോലീസുകാരനാണ്. എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം. ഞാനൊന്നും പുറത്തു പറയില്ല. എന്നെ ഇനി വിളിക്കരുത്. ഞാൻ വരില്ല. ഇത് പറയാനാ ദാസൻ കാണുമെന്ന് പറഞ്ഞത്. എന്നാ വളരെ ചെറിയൊരു കഥ പറയട്ടെ ദാസേ. ദാസനത് ഇഷ്ടപ്പെടും. നീ പന്ന്യന്നൂർ മൂന്നിന്റെ വണ്ടി തടയും അല്ലടാ. ഈ കണ്ണൂരിൽ നീയൊന്നും അതിന് വളർന്നിട്ടില്ല. പത്ത് 15 വർഷം ഞങ്ങളോടൊപ്പം പരിവാർ പാർട്ടിയിൽ പ്രവർത്തിച്ച ആളാ വിനോദ്. ഓനെ കൊന്നത് പിന്നെ വേറൊരു കാര്യത്തിനാ. നല്ല രസമുള്ളൊരു കാര്യം. മറ്റൊരുത്തന്റെ ഭാര്യയുമായി അവിഹിതം. ഈടുത്ത കൊലപാതകങ്ങളെല്ലാം ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ മാത്രമല്ല,
വ്യക്തിവൈരാഗ്യവും ഔഹിക ബന്ധങ്ങളും സാമ്പത്തിക താല്പര്യങ്ങളും ഒക്കെ അതിൽ പെടും. അതിനുള്ള മറയാണ് അക്രമ രാഷ്ട്രീയം. അണികളിൽ വിഡ്ഢികളുള്ളിടത്തോളം ഇവിടെ മാത്രം കളിക്കുന്ന കളിയാണ് കണ്ണൂർ പൊളിറ്റിക്സ്. ഈ നാട് ഇനിയും സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും ബലിദാനികളെയും രക്തസാക്ഷികളെയും. നിനക്കതിലൊന്നും ചവിട്ടാണ്ട് രക്ഷപ്പെടണ്ടേ? വിനോദ് മരിച്ച അതേ ദിവസം ഡിസംബർ 6 അതേ തെയ്യം. നാട്ടിലുള്ളതുകൊണ്ട് മുകുന്ദൻ പോവും. തെയ്യായോണ്ട് ഫിറോസ് ഉണ്ടാവില്ല. മുകുന്ദൻ്റെ ഒപ്പരം നീയായിരിക്കും. ഓൻ ഒറ്റ കിട്ടുന്ന ഏറ്റവും നല്ല അവസരം. തെയ്യം പൊലിച്ചവരുണ്ടാവും. രാത്രി ഒരു 12 മണിയാകുമ്പോൾ എന്ത് കളത്തരം പറഞ്ഞിട്ടായാലും ആളൊഴിഞ്ഞ പാട്ടെങ്ങനാൽ റോഡിൽ നീ ഓനെ എത്തിക്കണം. ഓൻ കൊണ്ടുവരും അല്ലേ? ഇതോന്റെ ഒടുക്കത്തെ അവസരമാണല്ലോ. ഇനി പോലീസല്ല മുകുന്ദം വിചാരിച്ചാലും കാര്യമില്ല, നീ രക്ഷപ്പെടില്ല. കൂട്ടത്തിലൊരുത്തനെ തീർത്തിട്ട് അത് മുകുന്ദനെ പോലുള്ളൊരു നേതാവിന്റെ തലയിൽ കെട്ടിവെച്ച ഞങ്ങൾക്ക് അയ്യപ്പദാസ് ഒരു എറിയല്ല. കൂടെ നിൽക്കില്ല എന്നാണെങ്കിൽ ഇപ്പം നിനക്ക് ഇവിടുന്ന് പറഞ്ഞിട്ട് പോവാം. പക്ഷേ തലശ്ശേരി ബസ് സ്റ്റാൻഡിന്റെ അപ്പുറം നീ കാണില്ല.